രാഹുൽ എം പി സ്ഥാനം രാജിവെച്ചതോടെ വയനാട്ടിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാകുന്നു. പ്രിയങ്കയെ ഇറക്കി രാഹുൽ വയനാട് ഒഴിഞ്ഞു എന്ന വികാരം ഒഴിവാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇടതുമുന്നണിയും എൻഡിഎയും കരുത്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനുള്ള അണിയറ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. I'd like to once again thank every single person in Wayanad for the love and affection that you have given me. And many people are speculating, Wayanad or Raebareli. Everybody knows the answer to this question except myself. You know, in politics, everybody knows everything except the person who's doing it. Don't worry, both Raebareli and Wayanad will be very happy with my decision. ഒരു മാസത്തിനിപ്പുറം വീണ്ടും തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് നീങ്ങുകയാണ് വയനാട്. രാഹുൽ വയനാട് എം പി സ്ഥാനം രാജിവെച്ചതോടെ പ്രിയങ്കയെ കളത്തിലിറക്കാനാണ് കോൺഗ്രസ് തീരുമാനം. രാഹുൽ വയനാടിനെ ചതിച്ചു കളഞ്ഞുവെന്ന പൊതുവികാരം ഇതിലൂടെ മറികടക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. രാഹുൽ ഗാന്ധി വയനാട് എം പി സ്ഥാനം ഒഴിഞ്ഞതിൽ വലിയ വിമർശനമാണ് കോൺഗ്രസ് നേരിടേണ്ടി വരുന്നത്. വയനാട് എൻ്റെ കുടുംബമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴാണ് വയനാട്ടുകാർക്കും മലയാളികൾക്കും മനസ്സിലായത്. വയനാട് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരിയെ ഇവിടെ മത്സരിപ്പിക്കുക, അളിയൻ വധേര ഗാന്ധിയെ പാലക്കാടും കൂടി മത്സരിപ്പിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം സമ്പൂജ്യരാവും, സംതൃപ്തി അടയും. ഇടതുപക്ഷത്തിനായി ആരാകും ഇനി കളത്തിലിറങ്ങുക എന്നതാണ് ഏറ്റവും കൗതുകകരമായ ചോദ്യം. എന്തായാലും സ്ഥാനാർത്ഥി ചർച്ചകൾ ഇടതുമുന്നണിയും ആരംഭിച്ചു. കഴിഞ്ഞ തവണ അഭിമാനകരമായ പോരാട്ടമാണ് എൻഡിഎ വയനാട്ടിൽ നടത്തിയത്. ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെ മണ്ഡലത്തിൽ മത്സരിച്ച വലിയ മുന്നേറ്റമാണ് നടത്തിയത്. അതിനാൽ ഏറ്റവും മികവുറ്റ ഒരു സ്ഥാനാർത്ഥി തന്നെയാകും എൻഡിഎയ്ക്കും ഉണ്ടാകുക. എന്തായാലും കരുത്തുറ്റ ത്രികോണ മത്സരത്തിനാകും വയനാട് ഇക്കുറിയും വേദിയാകുക. ജനം, കോഴിക്കോട്.